പാർക്ക് കാട് കയറി ഉപകരണങ്ങൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. 3 കോടി രൂപ ചിലവിട്ട് നഗരസഭ നിർമ്മിച്ച പാർക്ക് മാസങ്ങൾ മാത്രമാണ് പ്രവർത്തിച്ചത്. 2.5 വർഷമായി പ്രവർത്തനം നിലച്ച പാർക്കിന്റെ 6 ഏക്കർ സ്ഥലം കാട് കയ്യേറിയതോടെ പ്രദേശത്തുള്ളവരുടെ ജീവനും ഭീഷണിയായിരിക്കുകയാണ്. രാജ്യത്ത് തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിർമ്മിച്ച ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക് എന്ന ഖ്യാതിയോടെയായിരുന്നു കോട്ടക്കുന്ന് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ പാർക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുക. പാർക്ക് സ്ഥിതി ചെയ്യുന്ന 6 ഏക്കർ സ്ഥലം കാട് കയറി ഇഴജന്തുക്കളുടെ താവളമായിരിക്കുന്നു. ലക്ഷങ്ങൾ ചിലവഴിച്ച റൈഡുകൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. 2008-ലാണ് മലപ്പുറം നഗരസഭ 3 കോടി മുതൽ മുടക്കി വാട്ടർ റൈഡുകൾ ഉൾപ്പെടുന്ന അമ്യൂസ്മെന്റ് പാർക്ക് സ്ഥാപിച്ചത്. പക്ഷേ 18 മാസം മാത്രമാണ് പാർക്ക് സന്ദർശകർക്ക് ആനന്ദം നൽകിയത്. നടത്തിപ്പുകാർ 3 തവണ മാറി, എന്നിട്ടും പാർക്കിന് ജീവൻ വെച്ചില്ല. ഇന്ന് പാർക്ക് ചുറ്റുമുള്ള വീട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. പക്ഷേ ഇപ്പോൾ ആകെ കാട് പിടിച്ച് ഞങ്ങൾക്ക് ഭയങ്കര കൊതുക് ശല്യം വല്ലാതുണ്ട്. പിന്നെന്താ വെച്ചാൽ പാമ്പുകൾ, ജീവികളൊക്കെ വളരെ ഉപദ്രവമുണ്ട്. അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ ഓരോ പനിയൊക്കെ വന്നു, ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിരുന്നു. പാർക്ക് ഏറ്റെടുത്ത് പുതിയ ടൂറിസം പദ്ധതി എന്നായിരുന്നു DTPCയുടെ വാഗ്ദാനം. എന്നാൽ 6 മാസം കഴിഞ്ഞിട്ടും തീരുമാനം കടലാസിൽ മാത്രമായി. തുരുമ്പെടുത്ത റൈഡുകൾ ലേലം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ നഗരസഭയാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ. റിപ്പോർട്ടർ, മലപ്പുറം.